ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ. കലയ്ക്ക് ഒരു മതമേ ഉള്ളൂ എന്ന് അടിവരയിടുകയാണ് നീലക്കുറിഞ്ഞി വേദിയിലെ വഞ്ചിപ്പാട്ട് മത്സരം. ഇപ്പോൾ നമുക്കിപ്പം കുറച്ച് മുൻചത്തികളുണ്ട്. ഇവർ ഹയർ സെക്കൻഡറി വിഭാഗം വഞ്ചിപ്പാട്ട് വിഭാഗത്തിലാണ് മത്സരിച്ചത്. അവരോട് തന്നെ ചോദിക്കാം. ഹായ്, ഹലോ. എന്തുകൊണ്ടാണ് ഈ വഞ്ചിപ്പാട്ട് തന്നെ സെലക്ട് ചെയ്യാൻ കാരണം? വഞ്ചിപ്പാട്ട് ആറന്മുള കുട്ടനാട് രണ്ട് തരത്തിലാണ് വഞ്ചിപ്പാട്ട് അവതരിപ്പിക്കാറുള്ളത്. ആറന്മുള ഒരു മതത്തിൻ്റെതാണെങ്കിൽ പോലും അത് കേരളത്തിൻ്റെ ഒരു കലയാണ്, ഒരു പൈതൃകമാണ്. അപ്പോൾ ഇത് മുറുകെ പിടിക്കേണ്ടത് ഞങ്ങൾ കുട്ടികളായ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ നമ്മൾ സ്കൂൾ മാനേജ്മെൻറ്റും ടീച്ചേഴ്സും ഞങ്ങളെ സാറും ഒക്കെ കൂടെ നിന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ടെത്തിക്കുകയും സ്റ്റേറ്റ് വരെ എത്തിയതിൽ ഭയങ്കര സന്തോഷം. ഈ പറഞ്ഞതുപോലെ കലയ്ക്ക് മതമില്ല എന്ന് പറയുന്നത് ഇതാണ്. അപ്പം നമുക്ക് മാഷിനോട് തന്നെ ചോദിക്കാം. മാഷേ, കുട്ടികളുടെ സ്ലാങ് വേറെയാണ്, പക്ഷേ ഇവിടെ ആറന്മുള ശൈലി അവതരിപ്പിച്ചപ്പോഴേക്കും അവർ അതുപോലെ തന്നെ പാടി. ആദ്യം ഇവരുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കുട്ടികൾ നന്നായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. വലിയൊരു വേദിയിലെത്തിയതിൻ്റെ ആ ഒരു സഭാകമ്പൊന്നും കുട്ടികളിൽ കണ്ടിട്ടില്ല. അപ്പോൾ അവർ പഠിപ്പിച്ച പോലെ തന്നെ നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇപ്പോൾ ഈ കുട്ടി പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ സംസ്ഥാന കലോത്സവത്തിൽ, സ്കൂൾ കലോത്സവത്തിൽ ആറന്മുള ശൈലിയും കുട്ടനാടൻ ശൈലിയുമാണ് വഞ്ചിപ്പാട്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആറന്മുള ശൈലി പഠിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഈ കുട്ടികൾ ടീച്ചർ മുഖാന്തരം എന്നെ വിളിക്കുന്നത്. അപ്പോൾ വന്നപ്പം പാട്ട് പാടിക്കൊടുക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് പാടുന്നത് അത് അവർ കൃത്യമായിട്ട് പാടുന്നുണ്ട്. ആക്ച്വലി അവരുടെ ആ ഒരു നാദാവൃത്തി, ആ ഒരു സ്ലാങ്ങൊക്കെ അവർ സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് മലപ്പുറംകാരനായി എനിക്ക് മനസ്സിലാവാൻ വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യം. പക്ഷേ നമ്മൾ പാട്ട് പാടിക്കൊടുക്കുന്ന സമയത്ത് അവർ അസലായിട്ട് പാട്ട് പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അവരുടെ സ്ലാങ്ങും ഈ അല്ലെങ്കിൽ അവരുടെ സംസാര ശൈലി ഇതും തമ്മിൽ കൂട്ടിക്കുഴച്ചൊന്നും അല്ല വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ സിമ്പിളായിട്ട് പഠിപ്പിക്കാൻ പറ്റി.